പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. ഐക്യരാഷ്ട്രസഭയുടെ ആഭിമുഖ്യത്തിൽ ലോക പൈതൃക പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ഒന്നാണ് ഈ സാംസ്കാരിക വൈവിധ്യ സംരക്ഷണത്തിനായുള്ള ആഗോള ദിനാചരണം. അതിൻ്റെ ദിവസങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുന്നു എങ്കിലും അത് ഏത് കാലത്തെ സംബന്ധിച്ചും ഏത് സമൂഹത്തെ സംബന്ധിച്ചും വളരെ സംഗതമായ ഒരു ആശയമാണ് എന്നതുകൊണ്ട് ഇന്നത്തെ ഒരു ദിവസം അതിനെ മുൻനിർത്തി ചില ആലോചനകൾക്കായിട്ടാണ് നമ്മളിവിടെ ഒത്തുകൂടിയിട്ടുള്ളത്. ഇവിടെ ഇത്തരം ഒരു വിഷയത്തിൻ്റെ വ്യാപ്തിയെ സംബന്ധിച്ചും അത് ഉൾക്കൊള്ളുന്ന വളരെ വിപുലമായ പ്രമേയങ്ങളെക്കുറിച്ചും സ്വാഗത പ്രസംഗത്തിൽ സാമാന്യമായി സൂചിപ്പിക്കുകയുണ്ടായി. അതിൻ്റെ മുഴുവൻ ഉള്ളടക്കത്തിലേക്കും കടന്നു കയറി സംസാരിക്കുക എന്നുള്ളത് നമ്മുടെ സമയക്രമീകരണത്തിനകത്ത് സാധ്യമാകുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് അത്തരം വിപുലമായ ഒരു പ്രഭാഷണത്തിന് ഞാൻ മുതിരുന്നില്ല. ഇതിന് പിന്നാലെ 5-6 പേർ ചർച്ചയിൽ പങ്കെടുക്കേണ്ടതുണ്ട്, പുരസ്കാരങ്ങൾ നൽകേണ്ടതുണ്ട്, അങ്ങനെ പല ചടങ്ങുകളുള്ള ഒരു സന്ദർഭമായതുകൊണ്ട് ഈ ഒരു സാംസ്കാരിക വൈവിധ്യം എന്നതിനെ സംബന്ധിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ആശയത്തെ കേന്ദ്രീകരിച്ച് ചില കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് ഈ വിഷയത്തിൻ്റെ ഒരു ചെറിയ ഒരു അരികു മാത്രമാണ് എന്ന് ഞാൻ ആമുഖമായി പറയാൻ ആഗ്രഹിക്കുന്നു. കുടിയേറ്റം എന്ന ആശയത്തെക്കുറിച്ച് ഞാൻ വായിക്കാനിടയായ ഏറ്റവും മനോഹരമായ ഒരു നിരീക്ഷണം, കൗതുകകരമായ ഒരു നിരീക്ഷണമാണ്. അത് പറയുന്നത് ഇങ്ങനെയാണ്: ഇൻ ദ ബ്രോഡസ്റ്റ് സെൻസ് ദ ഹിസ്റ്ററി ഓഫ് മാൻകൈൻഡ് ഈസ് ദ ഹിസ്റ്ററി ഓഫ് മൈഗ്രേഷൻ എന്നാണ്. ഏറ്റവും വിശാലമായ അർത്ഥത്തിൽ മനുഷ്യവംശത്തിൻ്റെ ചരിത്രം എന്നത് കുടിയേറ്റത്തിൻ്റെ ചരിത്രമാണ് എന്നാണ് ആ ഒരു വാക്യം. അത് കുടിയേറ്റത്തെക്കുറിച്ചുമാകാം, നമ്മൾ ഇന്ന് ആലോചിക്കാൻ എടുക്കുന്ന സാംസ്കാരിക വൈവിധ്യം എന്ന പ്രമേയത്തെക്കുറിച്ചും ആകാം. സാംസ്കാരിക വൈവിധ്യം എന്ന് പറയുന്നത് പ്രത്യക്ഷത്തിൽ വ്യത്യസ്തങ്ങളായ സാംസ്കാരിക രൂപങ്ങൾ, ആവിഷ്കാരങ്ങൾ, കല, പാരമ്പര്യം, മതം, ഉത്സവാഘോഷങ്ങൾ, ഇതൊക്കെ തമ്മിൽ തൊട്ട് സൗഹാർദ്ദപൂർവം കഴിയുന്നു എന്ന നിലയിൽ മാത്രം മനസ്സിലാക്കേണ്ട ഒരു കാര്യമല്ല എന്നാണ് ഞാൻ കരുതുന്നത്. ഒരുപക്ഷെ സാംസ്കാരിക വൈവിധ്യത്തെ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട രീതി അതിൽ നിന്ന് ഭിന്നമാണ് എന്ന് കൂടി ഞാൻ കരുതുന്നുണ്ട്. ആ ഒരു കാര്യം മാത്രമേ ഞാനിവിടെ പറയാൻ മുതിരുന്നുള്ളൂ. നമ്മൾ പലപ്പോഴും സാംസ്കാരിക വൈവിധ്യം എന്ന് പറയുമ്പോൾ വ്യത്യസ്തങ്ങളായ സാംസ്കാരിക ആവിഷ്കാരങ്ങൾ ഒരു സമൂഹത്തിൽ ഒരുമിച്ച് നിലനിൽക്കുന്നു എന്ന അർത്ഥത്തിലാണ് അതിനെ മനസ്സിലാക്കി പോരാറുള്ളത്. അത് തെറ്റല്ല. പല പാരമ്പര്യങ്ങളിൽ നിന്ന്, മതങ്ങളിൽ നിന്ന്, വിശ്വാസ വ്യവസ്ഥകളിൽ നിന്ന് ഒക്കെ ഉരുത്തിരിഞ്ഞു വന്ന കലയുടെയും ഉത്സവാഘോഷങ്ങളുടെയും ഭക്ഷണത്തിൻ്റെയും വസ്ത്രധാരണത്തിൻ്റെയും ഒക്കെ രീതികൾ ഒരു സമൂഹത്തിൽ ഒരുമിച്ച് നിലനിൽക്കുക എന്നത് വളരെ സ്വാഭാവികമായ കാര്യമാണ്. ലോകത്തിൻ്റെ ഏത് കോണിലും മനുഷ്യവംശം നിലനിൽക്കുന്നത് അത്തരത്തിലുള്ള കൂടിക്കലരലുകളിലൂടെയാണ്. നമുക്ക് ലോകത്തിൻ്റെ ഏത് കോണിൽ നോക്കിയാലും ഏറിയും കുറഞ്ഞും ഈ കൂടിക്കലരൽ കാണാൻ കഴിയും. അനുവാദ ഭേദം ഉണ്ടാകുന്നു മാത്രമേ ഉള്ളൂ. കൂടിക്കലരലുകൾ ഇല്ലാത്ത ഒരു ജനതയും ഇല്ല. തനിമ എന്നത് സമ്പൂർണമായി തെറ്റായ ഒരാശയമാണ്. തനിമ എന്ന് പറയുന്നത് ഓരോ കാലത്തും മാറി വരുന്ന ഒന്നാണ്. ഒരു കാലം അതിനെക്കുറിച്ച് വച്ചു പുലർത്തുന്ന ഒരു പ്രതീക്ഷയുടെ കൂടി പേരാണ് തനിമ എന്ന് വേണമെങ്കിൽ പറയാം. അതിൽ കവിഞ്ഞ് തനിമയ്ക്ക് സ്വകീയമായ ഒരു അർത്ഥമോ ഉള്ളടക്കമോ ഒന്നുമില്ല. നാം കേരളീയമെന്ന് കരുതുന്ന ഒരു ആവിഷ്കാരത്തിലേക്ക് സൂക്ഷിച്ചു നോക്കുകയും അതിൻ്റെ പിന്നാമ്പുറങ്ങളിലേക്ക് ചകഞ്ഞു പോവുകയും ചെയ്താൽ അതിൻ്റെ വേരുകൾ ചിലപ്പോൾ മെസപ്പൊട്ടോമിയയിലോ ചിലപ്പോൾ ഗ്രീസിലോ ചിലപ്പോൾ മറ്റെവിടെയെങ്കിലും ഒക്കെയോ ആണ് എന്ന് കാണാൻ ഒരു പ്രയാസവുമില്ല. ഇന്ത്യൻ നൃത്തകല എന്ന് ഏറ്റവും കൂടുതൽ വാഴ്ത്തപ്പെടുന്ന ഭരതനാട്യത്തിലേക്ക് രുക്മിണി ദേവി അരുന്തേൽ സതിരിനെ രൂപാന്തരപ്പെടുത്തുന്നത് അവർ പഠിച്ച ഓപ്പറ സംഗീത നൃത്തത്തിൻ്റെ
പാരമ്പര്യത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ്. അതുകൊണ്ട് നമ്മുടെ ഓപ്പറയിൽ നമ്മുടെ ഭരതനാട്യത്തിൽ തികച്ചും ഇന്ത്യനായ ദേശീയമായ നൃത്തകല എന്നൊക്കെ വിളിക്കപ്പെടുന്ന ഭരതമുനിയോടും നാട്യശാസ്ത്രത്തോടും ഒക്കെ ബന്ധിപ്പിച്ച് നാം ഇന്ന് മനസ്സിലാക്കി പോരുന്ന ഭരതനാട്യത്തിൽ താൻ പരിശീലിച്ച ഓപ്പറ നൃത്തത്തിൻ്റെ ഘടകങ്ങളെയും അതിൽ നിന്ന് കിട്ടിയ ഊർജത്തെയും ഒക്കെ രുക്മിണി ദേവി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് എന്ന് കാണാൻ പറ്റും. കേരളത്തിലെ ധൂളി ചിത്രങ്ങളെക്കുറിച്ച്, നമ്മുടെ കളമെഴുത്തിനെ കുറിച്ച് പറയുന്ന സമയത്ത് കേസരി ബാലകൃഷ്ണപിള്ള പറയുന്ന വളരെ കൗതുകകരമായ ഒരു കാര്യം, കളമെഴുത്തിലെ രേഖാസമ്പ്രദായം, അതിലെ വരകളുടെ സമ്പ്രദായം, ആ രേഖാസമ്പ്രദായം പ്രാചീന പേർഷ്യൻ ചിത്രകലയിൽ നിന്ന് രൂപപ്പെട്ടതാണ്. പ്രാചീന പേർഷ്യൻ ചിത്രകലാ പാരമ്പര്യത്തിൻ്റെ പിൽക്കാല തുടർച്ചകളിൽ ഒന്നിലാണ് അജന്തയിലെ രേഖാസമ്പ്രദായം ഉണ്ടായത്. അജന്തയിലെ സമ്പ്രദായത്തിൻ്റെ തുടർച്ചയിലാണ് നമ്മുടെ ചുവർച്ചിത്ര പാരമ്പര്യവും നമ്മുടെ ധൂളി ചിത്ര പാരമ്പര്യവും വികസിച്ചു വന്നത്. അതുകൊണ്ട് വീട്ടുമുറ്റത്ത് കളം വരയ്ക്കുമ്പോൾ, അമ്പലപ്പറമ്പിൽ കളം വരയ്ക്കുമ്പോൾ അത് അമ്പലപ്പറമ്പിലെ കളമായിരിക്കുന്നത് പോലെ തന്നെ ഒരു പേർഷ്യൻ പാരമ്പര്യത്തിൻ്റെ തുടർച്ചയുമാണ് എന്ന് മനസ്സിലാക്കിയാൽ അസുഖത്തിന് കുറച്ച് കുറവ് കൂടി ഉണ്ടാവും എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ തനിമ എന്ന് പറയുന്ന ആശയത്തിൻ്റെ. ഇത് മനസ്സിലാക്കാതിരുന്നാൽ നിങ്ങളുടെ കളം നിങ്ങളുടെ മാത്രമാണെന്ന് കരുതാം. പക്ഷെ അങ്ങനെയല്ല, ഇത് വലിയ പങ്കുവഹിക്കും. ഇതെല്ലാ ആവിഷ്കാരങ്ങളിലും നിലനിൽക്കുന്നുണ്ട്. ഇപ്പം നമ്മളൊക്കെ സമയം നോക്കാനായിട്ട് വാച്ച് ഉപയോഗിക്കുന്നു. വാച്ചിലെ കാലഗണനാ സമ്പ്രദായം നിങ്ങൾക്കറിയാമല്ലോ. 60 സെക്കൻഡ് ഒരു മിനിറ്റായിട്ടും 60 മിനിറ്റ് ഒരു മണിക്കൂറായിട്ടും 24 മണിക്കൂർ ഒരു ദിവസമായിട്ടും ഒക്കെ കണക്കാക്കി പോരുന്നു. എപ്പോഴെങ്കിലും നമ്മൾ ആലോചിച്ചിട്ടുണ്ടാവാൻ സാധ്യതയില്ല ഈ 60 എവിടെ നിന്നാണ് വന്നത് എന്ന്. നമ്മുടെ സംഖ്യാസമ്പ്രദായത്തിൽ 60 ഒരു ബേസിക് യൂണിറ്റ് അല്ല. 7, 12 ഒന്നും നമ്മുടെ സംഖ്യാസമ്പ്രദായത്തിലെ അടിസ്ഥാന സംഖ്യകളല്ല. നമ്മൾ 10, 100, 1000 എന്ന് പെരുകി പോരുന്ന സംഖ്യാരീതിയാണ് നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ 60 എവിടെ നിന്നാണ് വന്നത്? എന്തുകൊണ്ടാണ് 60ൻ്റെ പട്ടികയിലും 7ൻ്റെയും 14ൻ്റെയും ഒക്കെ പട്ടികയിലും സമയത്തെയും ആഴ്ചയെയും മാസങ്ങളെയും ഒക്കെ അളക്കുന്ന ഒരു വഴി നമ്മളൊക്കെ സ്വീകരിച്ചത്? ചകഞ്ഞു പോയാൽ ഇതിൻ്റെ ഉൽപ്പത്തി പ്രാചീന സുമേറിയയിലാണ്, ഇന്നത്തെ ഇറാഖിലാണ്. അതിൻ്റെ പൂർവ്വ സന്ദർഭത്തിൽ 4000-ലധികം വർഷം മുമ്പ്, പുതുവർഷാരംഭത്തിനും 3000-ലധികം വർഷം മുമ്പ് അവിടെ രൂപപ്പെട്ട സംഖ്യാസമ്പ്രദായമാണ് 60നെ ഒരടിസ്ഥാന സംഖ്യയാക്കിയത്. ആ 60 കൊണ്ടാണ് നമ്മൾ കാലത്തെ അളക്കുന്നത്. അതുകൊണ്ട് 5 മണി 38 മിനിറ്റ് ആയി ഇപ്പം ഞാൻ ഇവിടെ എന്ന് പറയുമ്പോൾ 5 മണി 38 മിനിറ്റായി എന്ന് ഞാനിവിടെ എന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ അതിൽ സുമേറിയക്കാരുടെ ഒരു എണ്ണൽ രീതിയുണ്ട്. അറിയണമെന്നൊന്നുമില്ല, അറിഞ്ഞില്ല എന്ന് വെച്ച് പോലീസ് പിടിക്കുകയില്ല, പക്ഷെ അതുണ്ട്. അതുകൊണ്ട് നമ്മുടേത് എന്ന് നാം കരുതുന്ന ഭക്ഷണമാകട്ടെ, വസ്ത്രമാകട്ടെ, വിചാരക്രമങ്ങളാകട്ടെ, ആശയരൂപങ്ങളാകട്ടെ, അല്ലെങ്കിൽ ദൈവ സമ്പ്രദായങ്ങളാകട്ടെ, ഇതൊക്കെ പല കാലങ്ങൾ കൊണ്ട് മനുഷ്യവംശം തമ്മിൽ കൈമാറി വന്നതാണ് എന്ന തിരിച്ചറിവ് വാസ്തവത്തിൽ സാംസ്കാരിക വൈവിധ്യത്തെക്കുറിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാന ധാരണയാകണം എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. പുറമേക്ക് പരസ്പരം വ്യത്യസ്തങ്ങളായി നിൽക്കുന്ന ഘടകങ്ങൾ ഒത്തുചേർന്നിരിക്കുന്നത് കൊണ്ട് മാത്രമല്ല വാസ്തവത്തിൽ സാംസ്കാരിക വൈവിധ്യമുള്ളത്. ഒരു ഘടകം തന്നെ അതിനുള്ളിൽ പലതാണ്, ഏകമല്ല, അനേകം എന്നത് യാഥാർത്ഥ്യത്തിൻ്റെ അടിസ്ഥാന സ്വഭാവമാണ്. കൽപ്പറ്റ നാരായണ മാഷ് ഒരു കവിതയിൽ എഴുതുന്നുണ്ട്, ഒരാളും ഉടനീളം ഒരാളല്ല. അടുത്ത ഒരു രസമുള്ളതാണ്, സ്വന്തം വീട്ടിൽ കള്ളൻ കള്ളനല്ല, അവനവൻ്റെ വീട്ടിൽ കള്ളനല്ലല്ലോ എന്നതുപോലെ ഒരു മനുഷ്യനിൽ ഒരുപാട് മനുഷ്യരുണ്ട് എന്നതുപോലെ ഒരു യാഥാർത്ഥ്യത്തിനുള്ളിൽ നിരവധിയായ ചരിത്ര സാമൂഹിക ബലങ്ങൾ കൂടിക്കലർന്ന് നിൽപ്പുണ്ട്. അതിൻ്റെ ആകത്തുകയിലാണ് വാസ്തവത്തിൽ ഏത് യാഥാർത്ഥ്യവും നിലനിൽക്കുന്നത്. അതല്ലാതെ ഏകമാനമായ, സത്താപരമായി ഏകമായ, ഒന്നു മാത്രമായ ഒരു യാഥാർത്ഥ്യത്തെയും നമുക്ക് സമൂഹത്തിലോ മാനുഷികതയ്ക്കുള്ളിലോ കാണാൻ കഴിയില്ല എന്നതാണ് വാസ്തവം. ഈ വാസ്തവം പക്ഷേ ഇന്ന് വളരെ വളരെ വിസ്മരിക്കപ്പെട്ട, വളരെ വളരെ തിരസ്കരിക്കപ്പെട്ട, വളരെ വളരെ കൈയൊഴിയപ്പെട്ട ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഒരു പക്ഷേ നമ്മുടെ കാലം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഈ
യാഥാർത്ഥ്യത്തിൻ്റെ അനേകതയെ തിരിച്ചറിയാൻ പറ്റാതെ, അല്ലെങ്കിൽ തിരിച്ചറിയാൻ നമ്മെ അനുവദിക്കാതെ, യാഥാർത്ഥ്യത്തിൻ്റെ ഒരേകം എന്ന ഒരു മിഥ്യാധാരണയെ നമ്മൾ വലിയ തോതിൽ പറഞ്ഞുറപ്പിക്കാനും മനസ്സിലാക്കാനും ഒക്കെ നിർബന്ധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നതാണ്. അതുകൊണ്ട് വൈവിധ്യം എന്ന് പറയുന്നത് ഒരറിവിൻ്റെ പ്രശ്നമല്ല, അടിസ്ഥാനപരമായ ഒരു രാഷ്ട്രീയ ധാരണയാണ് എന്ന് പറയാം. ഒരു സമൂഹം എന്ന നിലയ്ക്ക് നാം എന്തെല്ലാം പാരമ്പര്യങ്ങൾ കൂടിക്കലർന്ന ഒന്നാണ്. ഇന്ത്യയുടെ മതനിരപേക്ഷത നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഇന്ത്യ ഒരേക സമൂഹമാണ് എന്ന വാദഗതി കൂടുതൽ ശക്തമായി വരുന്നൊരു കാലം ആണ് നമ്മുടേത്. വാസ്തവത്തിൽ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ കാലത്ത് 1930 ലാഹോർ സമ്മേളനത്തിന് ശേഷം ഇന്ത്യ ഒരു ഫെഡറൽ സമൂഹമായിരിക്കുമെന്നും ഭാഷാദേശീയതകളുടെ ഒരു ഏകരൂപമായിട്ടാണ് യൂണിയൻ ഗവൺമെൻറ് നിലവിൽ വരിക എന്നുമൊക്കെ അക്കാലത്ത് ഉറപ്പിക്കപ്പെട്ടിരുന്നു. അതിൻ്റെ കൂടി ഫലമായിട്ടാണ് നമ്മുടെ ഭരണഘടനയുടെ 1ാമത്തെ ആർട്ടിക്കിൾ ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് ഷാൽ ബി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞത്. ഇത് സംസ്ഥാനങ്ങളുടെ യൂണിയൻ ആയിരിക്കും. അത് സംസ്ഥാനങ്ങൾ എന്ന് പറയുന്ന ഒരു ഘടകത്തെ സവിശേഷമായി പരിഗണിച്ചുകൊണ്ടല്ല, മറിച്ച് സംസ്ഥാനങ്ങളായി മാറുന്നത് ഒരു ഭാഷ സംസാരിക്കുന്ന, ഒരു പൊതുവായ സാമൂഹ്യ, സാംസ്കാരിക, സാമ്പത്തിക, ഭൂമിശാസ്ത്ര മേഖലയിൽ കഴിയുന്ന ജനങ്ങളെ ഒരു യൂണിറ്റായി പരിഗണിച്ച് അങ്ങനെ വ്യത്യസ്ത ഭാഷാ സമൂഹങ്ങളുടെ ഒരു സംയോജനത്തിൻ്റെ ആകത്തുകയാണ് ഇന്ത്യ എന്ന ആശയം എന്നാണ് അന്ന് മനസ്സിലാക്കപ്പെട്ടത്. ഇതിൽ നിന്ന് ഭിന്നമായ ഒരു സാമൂഹ്യ വീക്ഷണം അന്നും ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ ഭരണഘടന നിലവിൽ വന്നതിൻ്റെ പിറ്റേ ദിവസം 1949 നവംബർ 26 ഭരണഘടന അംഗീകരിക്കപ്പെട്ടത്. അതിന് തൊട്ടു പിറ്റേ ദിവസങ്ങളിൽ RSSന്റെ മുഖപത്രമായ ഓർഗനൈസർ ഇതിനെതിരെ വലിയ വിമർശനങ്ങൾ, മുഖപ്രസംഗങ്ങൾ എഴുതുകയുണ്ടായി. ആ വിമർശനങ്ങളിൽ അവരുന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വാക്യം, ഗോൾവൾക്കർ പിൽക്കാലത്ത് ഒരു ഘട്ടത്തിൽ പറഞ്ഞത്, ഇന്ത്യൻ ഭരണഘടനയുടെ 1ാമത്തെ ആർട്ടിക്കിൾ എന്ന് പറയുന്നത് വിഭജനത്തിൻ്റെ വിത്താണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് ഇന്ത്യയെ വിഭജിക്കുന്നു. യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നത്, സംസ്ഥാനങ്ങളുടെ യൂണിയൻ എന്നത് ഇന്ത്യയുടെ ഐക്യത്തെയും അഖണ്ഡതയെയും തകർക്കുന്ന ഒന്നാണ് എന്ന് ഹിന്ദുത്വ രാഷ്ട്രീയം പൊതുവെ കരുതുന്നുണ്ട്. അതുകൊണ്ട് ഒരു ഭാഷ, ഒരു സംസ്കാരം, ഒരു മതം, ഒരു ജനത, ഒരു ജീവിതം എന്നിങ്ങനെ കൃത്രിമമായി സങ്കല്പിക്കപ്പെടുന്ന ഏകത്തെ പറഞ്ഞുറപ്പിക്കാനും ഏറ്റവും ഒടുവിൽ ഒരു തെരഞ്ഞെടുപ്പ്, ഒരു രാജ്യം എന്ന ഒരു അടിസ്ഥാനപരമായി ഇന്ത്യയുടെ വൈവിധ്യത്തെ ഇന്ത്യൻ രാഷ്ട്രീയ പ്രക്രിയയിൽ നിന്ന് പുറത്താക്കുന്ന ഒരു നിയമനിർമ്മാണത്തിലേക്ക് അത് നീങ്ങിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഒന്നിലുള്ള അനേകത്തിൻ്റെ ചേർന്ന് നിൽപ്പിനെ നാം വളരെ കൂടുതൽ ശ്രദ്ധാപൂർവം മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പം ആനന്ദ് അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിൽ ഒരിടത്ത് സാഹിത്യം എന്ന വാക്കിനെ സവിശേഷമായി നോക്കുമ്പോൾ അദ്ദേഹം അതിന് ഒരു നിരുക്തി കണ്ടെത്തുന്നത് വളരെ രസകരമായിട്ടാണ്. അദ്ദേഹം പറയുന്നത് സാഹിത്യത്തിൻ്റെ മൂലപദം സംസ്കൃതത്തിൽ സഹിതം എന്നാണ്. സഹിതമായതാണ് സാഹിത്യം. സഹിതം എന്ന് പറഞ്ഞാൽ വ്യത്യസ്തതകളുടെ പലതിൻ്റെ ഒത്തിരിപ്പ് എന്നാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരർത്ഥം. പലതിൻ്റെ, തമ്മിൽ ചേരില്ല എന്ന് കരുതുന്നവയുടെ, വൈവിധ്യപൂർണമായവയുടെ ചേർച്ചയാണ് സഹിതം. അതിൽ നിന്നാണ് സാഹിത്യം എന്ന ആശയം വരുന്നത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു സൂചനയുണ്ട്. അതായത് ഒരു സാഹിത്യം അല്ലെങ്കിൽ കല, സാമൂഹിക ആവിഷ്കാരങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് മറ്റൊന്നിനോട് 100% പൊരുത്തമുള്ളവയുടെ ഒരാകത്തുകയല്ല, മറിച്ച് വേറിട്ട് നിൽക്കുന്നവയുടെ, വ്യത്യസ്തതയുടെ, വൈവിധ്യങ്ങളുടെ, ചിലപ്പോഴൊക്കെ വൈരുദ്ധ്യങ്ങളുടെ പോലും ഒത്തുനിൽപ്പിലാണ് വാസ്തവത്തിൽ കലയും സാഹിത്യവും സമൂഹ ജീവിതവും നിലനിൽക്കുന്നത്. ഇതിനെ നിലനിർത്താൻ ഒരു സമൂഹത്തിന് എത്ര കെൽപ്പുണ്ട് എന്നതാണ് വാസ്തവത്തിൽ പ്രധാനപ്പെട്ട ചോദ്യം. അല്ലാതെ വൈവിധ്യങ്ങൾക്ക് പകരം കൃത്രിമമായ ഒരു ഏകതയിലേക്ക് നമ്മൾ എത്തിച്ചേരുമോ എന്നതല്ല, മറിച്ച് നമ്മുടെ ഏകതയ്ക്കുള്ളിൽ വൈവിധ്യങ്ങളെ നിലനിർത്താൻ കഴിയുമോ എന്നതാണ് വാസ്തവത്തിൽ അടിസ്ഥാനപരമായ ചോദ്യം. അംബേദ്കർ ജനാധിപത്യത്തെ നിർവചിക്കുന്നത് ഈ യുക്തിയിലാണ്. അദ്ദേഹം ജനാധിപത്യത്തെ വിശദീകരിച്ചത് വ്യത്യസ്തരായിരിക്കാനും ആ വ്യത്യസ്തതയുടെ പേരിൽ വേട്ടയാടപ്പെടാതിരിക്കാനുമുള്ള അവകാശത്തിൻ്റെ പേരാണ് ജനാധിപത്യം.
ഇത് ജനാധിപത്യത്തെ വളരെ മൗലികമായി പുനർവിഭാവനം ചെയ്യുന്ന ഒന്നാണ്. കാരണം ജനാധിപത്യം ഭൂരിപക്ഷ ഹിതമാണ് എന്ന ഗ്രീക്കോ റോമൻ കാലം മുതൽ ആരംഭിക്കുന്ന യുക്തിയേ അല്ല ഇത്. 19ാം നൂറ്റാണ്ടിൽ ജനാധിപത്യത്തിന് വേറെ വിശദീകരണങ്ങൾ ഉണ്ടായി. അമേരിക്കയിലെ ഗെറ്റിസ്ബർഗ് പ്രസംഗത്തിൽ ഫോർ ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ ആൻഡ് ഓഫ് ദ പീപ്പിൾ എന്ന് ലിങ്കൺ അതിനെ നിർവചിക്കുന്നുണ്ട്. ഇക്വാലിറ്റി, ഫ്രറ്റേണിറ്റി, ഫ്രീഡം എന്ന് അതിനെ ഫ്രഞ്ച് വിപ്ലവം നിർവചിക്കുന്നുണ്ട്. അത്തരം നിർവചനങ്ങൾക്കുള്ളിൽ പോലും പല വൈരുദ്ധ്യങ്ങൾ അടങ്ങിയിട്ടുണ്ട് എന്ന കാര്യം പിൽക്കാലത്ത് ചൂണ്ടിക്കാണിക്കപ്പെടുകയും ചെയ്തു. ഇപ്പോൾ ജനാധിപത്യത്തിന്റെ ഏറ്റവും വിപുലമായ നിർവചനം എന്ന് എല്ലാവരും കരുതുന്ന ഗെറ്റിസ്ബർഗ് പ്രസംഗത്തിൽ ലിങ്കൺ മുമ്പോട്ട് വെച്ച ആശയം ഫോർ ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ ആൻഡ് ഓഫ് ദ പീപ്പിൾ എന്നതിനെ തന്നെ 20ാം നൂറ്റാണ്ടിലെ ചിന്തകന്മാർ അതിലേക്ക് സൂക്ഷിച്ചു നോക്കി പറഞ്ഞൊരു കാര്യം, ഫോർ ദ പീപ്പിൾ, ബൈ ദ ഓഫ് ദ പീപ്പിൾ എന്നതിനേക്കാൾ ബൈ ദ പീപ്പിൾ എന്നത് എത്ര പ്രധാനമാകുന്നു എന്നതാണ് ജനാധിപത്യത്തിന്റെ ആധാരം. ബൈ ദ പീപ്പിൾ ആണ്. ഫോർ ദ പീപ്പിൾ എന്ന് എല്ലാവർക്കും പറയാം. ഏത് ഫാസിസ്റ്റും പറയുന്നത് ജനങ്ങൾക്ക് വേണ്ടി എന്നാണ്. ഏത് ഫാസിസ്റ്റും അവകാശപ്പെടുന്നത് ജനങ്ങളുടെ പ്രതിനിധിയായിട്ടാണ് എന്നാണ്. ജനങ്ങളെയാണ് എല്ലാ ഫാസിസ്റ്റുകളും ഭരിച്ചത്. അതുകൊണ്ട് ഒരു ഭരണ പ്രക്രിയ ജനാധിപത്യപരമാകുന്നത് ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കുമ്പോഴല്ല, ജനങ്ങളെ ഭരിക്കുമ്പോഴല്ല, ബൈ ദ പീപ്പിൾ, എ ഗവൺമെന്റ് ഫോർ ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ ആൻഡ് ഓഫ് ദ പീപ്പിൾ എന്നതിൽ ബൈ ദ പീപ്പിൾ എത്ര പ്രധാനമാണ്, അതാണ് ജനാധിപത്യം എന്ന് പിന്നീട് അതിനെ വിശദീകരിക്കേണ്ട. ഞാൻ പറഞ്ഞു വന്നത്, അതുകൊണ്ട് യാഥാർത്ഥ്യം എന്ന് പറയുന്നത് വ്യത്യസ്തതകളുടെ ആകത്തുകയാണെന്നും ആ വ്യത്യസ്തതയാകട്ടെ പുറമേ വ്യത്യസ്തമായവയിൽ മാത്രമല്ലെന്നും, പുറമേ വ്യത്യസ്തമായി തോന്നാത്ത, പുറമേ ഉദ്ഗ്രഥിതവും ഏകമാനവും എന്ന് തോന്നുന്ന ഘടകങ്ങൾക്കുള്ളിലും വ്യത്യസ്തതകൾ ഉണ്ടാകാമെന്നുമുള്ള തിരിച്ചറിവ് പ്രധാനമാണ്. അല്ലെങ്കിൽ എന്തു പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുറമേ വ്യത്യസ്തങ്ങളായ ഘടകങ്ങളുടെ ഔപചാരികമായ ഒരു ഒത്തുതീർപ്പ്, ഒരു സഹിഷ്ണുത, ഒരു ഔദാര്യം ഒക്കെയാണ് ഈ വൈവിധ്യം എന്ന് നമ്മൾ തെറ്റായി ധരിക്കും. അങ്ങനെയല്ല, നമ്മളായിരിക്കുന്നതിൻ്റെ പേരാണ് വൈവിധ്യം, അല്ലാതെ നമ്മളും മറ്റൊന്നിനും ഇടയിലുണ്ടാകുന്ന ഒത്തുതീർപ്പിൻ്റെ പേരല്ല വൈവിധ്യം. ഇത് രണ്ട് കാര്യമാണ്. നിങ്ങൾ സത്താപരമായ ഒരു ഏക യാഥാർത്ഥ്യമാണെന്ന് കരുതുകയും മറ്റൊന്ന് സത്താപരമായ മറ്റൊരു ഏക യാഥാർത്ഥ്യമാണെന്ന് കരുതുകയും ഇത് രണ്ടും ഒരു സന്ദർഭത്തിൽ ഒരുമിച്ചിരിക്കുകയും ചെയ്യുന്നു എന്ന് കരുതുന്നത് വൈവിധ്യത്തെക്കുറിച്ചുള്ള ഒരു ഉപരിതല ധാരണയാണ്. ഞാൻ പറയുന്നത് ആ ഉപരിതല ധാരണ തെറ്റാണെന്നോ വേണ്ടെന്നോ അല്ല, അതിനപ്പുറം വൈവിധ്യമുണ്ട് എന്നതാണ്. അതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏകമെന്ന് ഞാൻ കരുതുന്ന എന്നിലും ഏകമെന്ന് നാം ഒക്കെ കരുതുന്ന എന്തിലും അനേകമുണ്ട് എന്നതാണ് വൈവിധ്യത്തിന്റെ സൂക്ഷ്മതലം. ആ സൂക്ഷ്മതലത്തെ നമ്മൾ എത്രത്തോളം അറിയുന്നു എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പൊ മനുഷ്യൻ എന്ന യാഥാർത്ഥ്യത്തെ മാർക്സ് വിശദീകരിക്കുമ്പോൾ ഇങ്ങനെ ഒരു ആശയം കാണാം. അദ്ദേഹം പറയുന്നത് മാൻ ഈസ് ആൻ എൻസെമ്പിൾ ഓഫ് സോഷ്യൽ റിലേഷൻസ് എന്നാണ്. സമൂഹ ബന്ധങ്ങളുടെ ഒരു സമുച്ചയമാണ് മനുഷ്യൻ. സമൂഹബന്ധം ഒരു തരമല്ല, പലതരം. അതിൽ അധികാരമുണ്ട്, ജാതിയുണ്ട്, മതമുണ്ട്, കുടുംബ ബന്ധങ്ങളുണ്ട്, സാമൂഹികതയുടെ പല പല വിധാനങ്ങളുണ്ട്. ഇത് ചേർന്ന് പ്രവർത്തിച്ചുണ്ടാകുന്ന ഒരു സംയോജിതാവസ്ഥയുടെ പേരാണ് മനുഷ്യൻ. അല്ലാതെ പൂർവനിശ്ചിതമായ ഒരു സത്ത കാലത്തിലൂടെ ഇങ്ങനെ തെളിഞ്ഞു വരുന്നതല്ല മനുഷ്യൻ. ഇത് രണ്ട് വീക്ഷണമാണ്. ആദ്യത്തേത് സാമൂഹ്യവും ചരിത്രപരമാണെങ്കിൽ രണ്ടാമത്തേത് മതാത്മകവും അതിഭൗതികവുമാണ്. ദൈവാംശ സംഭവങ്ങളായി നമ്മളൊക്കെ ജനിക്കുന്നു എന്നും നമ്മിലൊക്കെ ഒരേ ചൈതന്യം ഭിന്ന രൂപങ്ങളിൽ പ്രകാശിക്കുന്നു എന്നും കരുതുന്നത് മാനുഷികതയെ സംബന്ധിക്കുന്ന സത്താപരമായ ഒരു സങ്കല്പമാണ്. അവിടെ വ്യത്യാസം പുറമേക്ക് മാത്രമേ ഉള്ളൂ. മറിച്ച് പുറമേക്ക് വ്യത്യാസം ഉണ്ടെങ്കിലും ആത്യന്തികമായി ഏകമാണ് എന്ന ഒരു ഊന്നൽ അവിടെയുണ്ട്. അതേസമയം ഞാനീ പറഞ്ഞതിൽ പുറമേക്ക് നിങ്ങൾ എത്രമേൽ വ്യത്യസ്തമായിരിക്കുന്നോ, പുറമേക്ക് നിങ്ങൾ എത്രമേൽ ഉദ്ഗ്രഥിതമായിരിക്കുന്നോ, അതിനുള്ളിലും നിങ്ങൾ വൈവിധ്യത്തിനകത്താണ്, ചിലപ്പോഴൊക്കെ വൈരുദ്ധ്യത്തിനുള്ളിലുമാണ്. ഞങ്ങൾ നാട്ടിൽ പറയുന്ന ഒരു ഫലിതം എന്ന് വെച്ചാൽ, ചിലപ്പോൾ ഒന്നും എനിക്ക് എന്നെ തന്നെ പിടിക്കില്ല എന്നാണ്. അതൊരു ശരിയാണ്. കാരണം എനിക്ക് പിടിക്കാത്ത പലതും എൻ്റെ ഉള്ളിലുണ്ട്. എല്ലാവരുടെ ഉള്ളിലും ഉണ്ടാവും കേട്ടോ. സൂക്ഷിച്ചു നോക്കിയാൽ കാണാൻ പറ്റും. നോക്കാത്തതുകൊണ്ട് സന്തോഷം എന്നേ ഉള്ളൂ. സൂക്ഷിച്ചു നോക്കിയാൽ കാണാൻ പറ്റും.
അപ്പൊ ഈ വൈരുദ്ധ്യത്തെ കാണുക എന്നത് വാസ്തവത്തിൽ വൈവിധ്യത്തെക്കുറിച്ചുള്ള നമ്മുടെ തിരിച്ചറിവിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ട് ഇത് അവസാനിപ്പിക്കാം. ഇപ്പൊ ഇന്ത്യ എന്ന സമൂഹത്തിന്റെ രൂപീകരണ ചരിത്രത്തിലേക്ക് നോക്കിയാൽ നമ്മൾ കാണുന്നത് ഇന്ത്യയിലേക്കുള്ള മനുഷ്യവംശത്തിന്റെ ആദ്യത്തെ കുടിയേറ്റം, 3 സുപ്രധാന കുടിയേറ്റങ്ങളുടെ ആകത്തുകയാണ് ഇന്നത്തെ ഇന്ത്യൻ ജനത. ഏതാണ്ട് 60,000 കൊല്ലം മുമ്പ് ആഫ്രിക്കയിൽ നിന്ന് വന്നതാണ് ആദ്യത്തെ കുടിയേറ്റം. അത് പിന്നീട് പലതുമായി കലർന്ന് ആ കുടിയേറിയ ജനത ഇന്ന് മിക്കവാറും അതേ രൂപത്തിൽ ഇന്ത്യയിൽ എവിടെയും ഇല്ല. അവശേഷിക്കുന്ന ഒരു വിഭാഗം ആൻഡമാനിലെ ആദിവാസി സമൂഹം മാത്രമാണ്. ബാക്കിയെല്ലാം കൂടി കലർന്ന് കഴിഞ്ഞിരിക്കുന്നു. എങ്കിലും ആദ്യത്തെ ജനത അവരാണ്. അവര് ഈ ഉപഭൂഖണ്ഡം കടന്ന് അപ്പുറം ചെന്ന് ആൻഡമാനിലേക്ക് വരെ എത്തിച്ചേരുകയും അവിടെ നിന്ന് മുമ്പോട്ട് പോവുകയും ചെയ്തു. അവിടെ അവശേഷിച്ച ജനതയാണ് ഒരുപക്ഷെ ഇന്ത്യയിലെ ആദിമ ജനത എന്ന് പറയാവുന്നത്. അവര് മാത്രമേ ഉള്ളൂ. ഇപ്പൊ പരിശുദ്ധരായിട്ട് ആരെങ്കിലും കാണണമെങ്കിൽ അവിടെ പോകണം. വേറെ പരിശുദ്ധരൊന്നുമില്ല, ബാക്കിയൊക്കെ കൂടി കലർന്നു പോയി. രണ്ടാമത്, ഒരു 14,000 കൊല്ലത്തിനും 10,000 കൊല്ലത്തിനും ഇടയിൽ നമ്മുടെ ഏഷ്യയുടെ വടക്കൻ മേഖലകളിൽ നിന്നും അതുപോലെ തന്നെ തെക്ക് കിഴക്കൻ മേഖലകളിൽ നിന്നും 2 ശാഖകളായിട്ട് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലേക്ക് നടന്ന കുടിയേറ്റമാണ്. ഈ കുടിയേറ്റമാണ് ഇന്ത്യയിലേക്ക് കൃഷിയെ കൊണ്ടുവന്നത്. സ്റ്റെപ്പി മേഖലകളിൽ നിന്ന് ഇന്ത്യയിലേക്ക് കുടിയേറിയവരുടെ പിൽക്കാല തലമുറകളാണ് ഇന്ത്യയിൽ കാർഷിക സംസ്കാരം കെട്ടിപ്പടുത്തത്. അവരാണ് ഇൻഡസ് വാലി ഉണ്ടാക്കിയത്. അവരിൽ ചിലരാണ് തെക്കോട്ട് നീങ്ങി ദ്രാവിഡ ജനതയായി മാറിയത് എന്ന ഊഹവും നിലനിൽക്കുന്നുണ്ട്. അതേ ചൊല്ലി ചില തർക്കങ്ങളുണ്ട്. ആര്യൻ ഇൻഡസ് ജനത തന്നെയാണോ ദ്രവീഡിയൻ എന്നതിനെ കുറിച്ച് ചില തർക്കങ്ങളുണ്ട്. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുള്ളത്, ദ്രാവിഡ ഭാഷകളെന്ന് നമ്മൾ പറഞ്ഞു പോരുന്ന തമിഴ്, തെലുങ്ക്, കർണാടകം, അതുപോലെ മലയാളം എന്നീ ഭാഷകളുടെ കുടുംബത്തിൽപ്പെട്ട മറ്റൊരു ദ്രാവിഡ ഭാഷയായ ബ്രാഹുയി, ആ ബ്രാഹുയി നിലനിന്നിരുന്നത് അഫ്ഗാൻ മേഖലയിലാണ്. ഇപ്പോഴും അഫ്ഗാൻ മേഖലയിൽ ആ ഭാഷയുണ്ട്. അതുപോലെ തന്നെ ഇൻഡസ് വാലിയിൽ നിന്ന് കിട്ടിയ എഴുത്തിന്റെ ചില തുടർ രൂപങ്ങൾ സമീപകാലത്ത് 10 കൊല്ലമായിട്ട് ഉത്ഖനനം നടക്കുന്ന കീഴടിയിൽ നിന്ന് അടുത്തിടെ കണ്ടുകിട്ടിയിട്ടുണ്ട്. കീഴടി കണക്ഷനെ കുറച്ചുകൂടി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട് എന്നാണ് അതിൻ്റെ ഉത്ഖനന റിപ്പോർട്ടുകൾ പറയുന്നത്. എന്തായാലും 14,000 കൊല്ലത്തിനും 10,000 കൊല്ലത്തിനും ഇടയിലുള്ള കുടിയേറ്റമാണ് ഈ ആദ്യത്തെ 60,000 കൊല്ലം മുമ്പ് കുടിയേറിയ ജനതയ്ക്ക് മുകളിലേക്ക് രണ്ടാമത്തെ ഒരു വമ്പിച്ച കുടിയേറ്റമായി തീരുകയും ഇത് തമ്മിൽ കലർന്ന് തദ്ദേശീയമായ ഒരു കാർഷിക സമൂഹമായി തീരുകയും ഇൻഡസ് വാലി അടക്കമുള്ള സംസ്കാരങ്ങൾക്ക് രൂപം നൽകുകയും ചെയ്തത്. ഇതിനും ശേഷം ഏതാണ്ട് പൊതുവർഷാരംഭത്തിന് 2500-3000 കൊല്ലം മുമ്പ് തുടങ്ങി പൊതുവർഷാരംഭത്തിന് മുമ്പ് ഒരു 2000 ആണ്ടോടെ ശക്തിപ്പെട്ടതാണ് മധ്യേഷ്യയിൽ നിന്നുള്ള 3ാമത്തെ കുടിയേറ്റം എന്ന് പറയുന്നത്. ആര്യന്മാര് എന്ന് നമ്മൾ വിളിച്ചു പോരുന്ന ഒരു ഭാഷാ സമൂഹം, ഒരു വംശമല്ല, ഒരു ഭാഷാ സമൂഹം. അവര് ഉസ്ബെക്കിസ്ഥാന്റെ നിന്നോ കാസ്പിയൻ കടലിന്റെ തീരത്ത് നിന്നോ ഒരു ശാഖ യൂറോപ്പിലേക്ക്, ഒരു ശാഖ പഴയ പേർഷ്യയിലേക്ക്, മറ്റൊരു ശാഖ ഗംഗാതടങ്ങളിലേക്ക് ഒക്കെ വരികയും അതത് ജനപ്രദേശങ്ങളിലെ സംസ്കാരത്തെ ആകമാനം മാറ്റിമറിക്കുകയും ചെയ്തു. ലോകത്തിന്റെ പല കോണുകളിലേക്ക് അവർ പോയിടത്തെല്ലാം പൊതുവിൽ ഈ ആര്യ സമൂഹം മേൽക്കൈ നേടുകയാണ് ചെയ്തത്. കൗതുകമുള്ളൊരു കാര്യം, R.S. ശർമ്മയുടെ ഒരു പുസ്തകത്തിൽ ഞാൻ വായിച്ചത് ഫിന്നിഷ് ഭാഷയിൽ, അതുകൊണ്ട് ലോകത്തെ എല്ലാ ഭാഷയിലും ആര്യൻ എന്നതിൻ്റെ അർത്ഥം ശ്രേഷ്ഠൻ എന്നാണ്, ആര്യപുത്രൻ, ആര്യ എന്നൊക്കെയാണ് കാണുക. പക്ഷെ ആര്യ പദത്തിന് അടിമ എന്നർത്ഥമുള്ള ഒരു ഭാഷ ലോകത്തുണ്ട്, അത് ഫിന്നിഷ് ഭാഷയാണ്, ഫിൻലാൻഡിലെ. കാരണം ഫിൻലാൻഡിലേക്ക് കുടിയേറിയ ആര്യൻ സമൂഹത്തെ അവിടുത്തെ തദ്ദേശീയർ കീഴടക്കുകയാണ് ചെയ്തത്. അവർക്ക് അവരെ കീഴടക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇങ്ങോട്ട് വന്ന ആര്യന്മാര് കേമന്മാരായി, തോറ്റുപോയ ആര്യന്മാര് അടിമകളായി. അതുകൊണ്ട് ഫിൻലാൻഡിൽ ചെന്ന് നിങ്ങൾ ആര്യപുത്ര എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അടിമ എന്നായിരിക്കും അർത്ഥം, ഇവിടുത്തെ അർത്ഥം ആയിരിക്കില്ല. ഈ ആര്യന്മാരാണ് ഇന്ത്യയിലേക്ക് കുതിരയെ കൊണ്ടുവരുന്നത്. അവരാണ് ഇരുമ്പിന്റെ പ്രധാനപ്പെട്ട ഉപയോഗം നടത്തുന്നത്. അവരാണ് ഈ യജ്ഞയാഗ പാരമ്പര്യത്തെ കൊണ്ടുവരുന്നത്. അവരാണ് മന്ത്രങ്ങളും വേദങ്ങളും ഉപനിഷത്തുകളും പുരാണ ഇതിഹാസ പാരമ്പര്യങ്ങളും ഒക്കെ രൂപപ്പെടുത്തി ഭാരതീയമെന്ന് നാം ഇന്ന് പറഞ്ഞു പോരുന്ന പൈതൃകത്തിന്റെ അടിപ്പട വിട്ടത് അവരാണ്. ഈ 3 കുടിയേറ്റങ്ങൾ ആര്യൻ സംസ്കൃതിയുടെ
അത് പിന്നീട് ബ്രാഹ്മണ്യമായിട്ട് വികസിച്ചു. ബ്രാഹ്മണിക പാരമ്പര്യം ഏതാണ്ട് ഒരു 1500 കൊല്ലത്തോളം വളരെ ശക്തമായി നിലനിന്നു. പൊതുവർഷാരംഭത്തിന് മുമ്പ് 6-ാം നൂറ്റാണ്ടിൽ ബുദ്ധൻ അതിനെ വെല്ലുവിളിക്കുകയും ബൗദ്ധ ജൈന മതങ്ങൾ ഈ ബ്രാഹ്മണ്യ മൂല്യ വ്യവസ്ഥയെ വെല്ലുവിളിച്ച് 2-3 നൂറ്റാണ്ട് കാലം പ്രബലമായി വന്നു. അശോകൻ അതിന്റെ വലിയ വക്താവായി തീർന്നു. അശോകന്റെ 12-ാം നമ്പർ ശാസനത്തില് ഒരുപക്ഷെ ഇന്ത്യൻ സെക്യുലറിസത്തിന്റെ ഫൗണ്ടേഷണൽ സ്റ്റോൺ എന്ന് വിളിക്കാവുന്നത് അശോകന്റെ 12-ാം നമ്പർ ശാസനമാണ്. അല്ലാതെ ഈ ഹിന്ദുത്വവാദികൾ പറയുന്നത് പോലെ നെഹ്റു ഇംഗ്ലണ്ടിൽ നിന്ന് കെട്ടിയിറക്കിയതൊന്നുമല്ല വാസ്തവത്തിൽ ഇന്ത്യയുടെ സെക്യുലറിസം. അശോകന്റെ 12-ാം നമ്പർ ശിലാശാസനത്തിൽ അദ്ദേഹം പറയും, എല്ലാ ധർമ്മങ്ങളെയും ഒരുപോലെ പാലിക്കണം, എല്ലാ ധർമ്മങ്ങളും ഒരേ മോക്ഷത്തിലേക്കാണ് നമ്മെ നയിക്കുന്നത്, അതിൽ ഭേദമില്ല. അശോകൻ ബുദ്ധമതക്കാരനായിരുന്നു. പക്ഷെ എല്ലാവരും ബുദ്ധമതം സ്വീകരിക്കണം എന്നല്ല, അവരവരുടെ ധർമ്മത്തിന്റെ അടിസ്ഥാന മൂല്യങ്ങൾ എല്ലാവരും ശരിയായി പാലിക്കണം. എല്ലാ മൂല്യങ്ങളും അതത് വിശ്വാസിയെ ഉത്തമമായ പാതയിലേക്ക് നയിക്കും എന്ന് 12-ാം നമ്പർ ശാസനത്തിൽ അദ്ദേഹം രേഖപ്പെടുത്തുന്നുണ്ട്. ഗോപിനാഥാപ്പറും അമർത്യാസെന്നും ഒക്കെ ഇന്ത്യൻ സെക്യുലറിസത്തിന്റെ അടിസ്ഥാനമായി കാണുന്നത് ഈ അശോകന്റെ ധർമ്മശാസനം ആണ്. അശോകന് ശേഷം മൗര്യ സാമ്രാജ്യം തകർന്നു. മൗര്യ സാമ്രാജ്യത്തിന്റെ തകർച്ചയ്ക്ക് പിന്നാലെ വലിയ തോതിലുള്ള കുടിയേറ്റങ്ങൾ നടന്നു. ശാകന്മാര്, കുശാനന്മാര്, ഇൻഡോ പാർത്തിയന്മാര്, ബാക്ട്രിയൻ ഗ്രീസുകാര്, തുർക്കികള്, അല്ലെങ്കിൽ അറബികള്, മുഗളന്മാര്, യവനന്മാര്, ഇങ്ങനെ എത്രയെത്ര വിഭാഗങ്ങൾ ഇന്ത്യയിലേക്ക് വരികയും അവര് നമ്മുടെ ജീവിതത്തിന്റെ പല ക്രമങ്ങളിലും ഇടപെടുകയും പലതിനെയും മാറ്റിമറിക്കുകയും ചെയ്തു. അല്ലാതെ ഇതൊന്നും വെറുതെ അങ്ങനെ രൂപപ്പെട്ടു വന്നതൊന്നുമല്ല. കടൽ വഴി ചൈനക്കാർ വന്നു, അതിലല്ല, കടൽ വഴി വന്നു. അതുകൊണ്ട് കേരളത്തിൽ ചൈനക്കാരുടെ വലിയ സ്വാധീനമുണ്ട്. കേരളീയം എന്ന് നാം കരുതുന്ന പലതും ചൈനക്കാരുടെയാണ്. അപ്പൊ നാലുകെട്ടിന്റെ പടിപ്പുര ചൈനീസ് വാസ്തുശില്പമാണ്. നമ്മുടെ ഈ തിരുവാതിര കളി കളിക്കുന്ന സമയത്ത് മുടി കൊണ്ട കെട്ടുന്ന രീതിയുണ്ടല്ലോ, വട്ടക്കെട്ട്, ചൈനീസ് കേശാലങ്കാര രീതിയാണ്. അതുകൊണ്ട് തിരുവാതിര കളി കളിക്കുമ്പോൾ ചൈനയും കൂടി കൂടെയുണ്ട്. അല്ലാതെ തിരുവാതിര മാത്രമല്ല, ചൈനീസ് കേശാലങ്കാര രീതിയാണ്. നമ്മുടെ ഭക്ഷണത്തിലേക്കൊക്കെ എത്രയെങ്കിലും ആയിട്ട് ചൈനീസ് വിഭവങ്ങൾ വന്നു കയറുകയുണ്ടായി എന്ന് കാണാൻ പറ്റും. മധ്യേഷ്യയിൽ നിന്നുള്ള ഈ വലിയ സംക്രമണം നമ്മുടെ സംസ്കാരത്തിൽ ആഴത്തിൽ മുദ്ര പതിപ്പിച്ചു എന്ന് പലരും കരുതുന്നുണ്ട്. അതുകൊണ്ടാണ് കേസരി ഞാൻ ഈ പറഞ്ഞ പേർഷ്യൻ ചിത്രണ സമ്പ്രദായത്തിന്റെ തുടർച്ച നമ്മുടെ ധൂളി ചിത്രങ്ങളിലുണ്ട് എന്ന് പറയുന്നത്. എൻ വി കൃഷ്ണവാര്യര് കുറെ കൂടി രസമുള്ള ഒരു നിരീക്ഷണം അവതരിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് നമ്മുടെ ഈ മഹാബലി എന്നല്ല, മഹാബലി എന്ന സങ്കല്പം, അദ്ദേഹത്തിന്റെ നിരീക്ഷണം ഈ ബലി എന്ന സ്ഥാനപ്പേരുള്ള 14 ചക്രവർത്തിമാരുടെ ഒരു പരമ്പരയെ പ്രാചീന അസീറിയയിൽ നിന്ന് കണ്ടുകിട്ടിയിട്ടുണ്ട്. അസീറിയയിലെ ഒരു പ്രധാന രാജാവായിരുന്ന അസുർബാനിവാൽ എന്നു പേരായ ഒരാളുടെ ക്യൂണിഫോം ഗ്രന്ഥാലയം, അന്ന് കടലാസൊന്നുമില്ല, പേപ്പറസുകളല്ല, കളിമൺ പലകയില് ആപ്പുകൊണ്ട്, മരത്തിന്റെ ആപ്പുകൊണ്ട് എഴുതി ഉണക്കി സൂക്ഷിക്കുന്നതാണ് അസുർബാനിവാലിന്റെ ഗ്രന്ഥാലയം. ഇന്ന് ബ്രിട്ടീഷ് മ്യൂസിയത്തിൽ മനോഹരമായി ക്രമീകരിച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ഭാഗം വളരെ ബൃഹത്താണ്. ആ ഗ്രന്ഥാലയത്തിൽ നിന്ന് ബലി എന്നോ ബലെ എന്നോ ഉച്ചരിക്കാവുന്ന പേരുള്ള 14 ചക്രവർത്തിമാരുടെ ഒരു പരമ്പരയുടെ വിവരം കിട്ടിയിട്ടുണ്ട്. അപ്പൊ എൻ വിയുടെ നിരീക്ഷണം എന്താണെന്ന് വെച്ചാൽ ഈ ബലി സങ്കല്പത്തിന്റെ ഏതോ നിലയിലുള്ള ഒരു തുടർച്ചയാണ് നമ്മുടെ മഹാബലി എന്നാണ്. അതിന് അദ്ദേഹത്തിന് പ്രധാനപ്പെട്ട ഒരു തെളിവുണ്ട്. അത് കേസരിയും പറയുന്നുണ്ട്. അവര് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ നമ്മുടെ തിരുവോണ ദിവസം നമ്മൾ ഓണപ്പടം ഉണ്ടാക്കുമല്ലോ, ഒരു ചതുരത്തിട്ടിട്ട് അതിൻ്റെ മുകളിൽ വേറൊരു ചതുരത്തിട്ടിട്ട് ഇങ്ങനെ മുകളിലേക്ക് കൂർത്തു വന്ന് ഏറ്റവും മുകളിൽ ഒരു തൃക്കാക്കരയപ്പന വെച്ചിട്ട് നാം ഉണ്ടാക്കുന്ന ഓണപ്പടവ്. ഈ ഓണപ്പടവുകൾ എന്ന് പറയുന്നത് മധ്യേഷ്യയിലെ ഹിറ്റൈറ്റുകാർ മരണാനന്തര സ്മാരകങ്ങളായി ഉണ്ടാക്കിയിരുന്ന സിഗുറാത്തുകളുടെ അതേ മാതൃകയാണ്. മിനിയേച്ചർ മരിച്ചവർക്ക് വേണ്ടി ഉണ്ടാക്കിയ സ്മാരകങ്ങളുടെ, മധ്യേഷ്യയില് ഹിറ്റൈറ്റുകാരുണ്ടാക്കിയിരുന്ന സ്മാരകങ്ങളുടെ മിനിയേച്ചറാണ്, സിഗറാത്തുകളുടെ മിനിയേച്ചറാണ് തിരുവോണ നാളിൽ മഹാബലി വരുമ്പോൾ മൂപ്പരെ വരവേൽക്കാനായിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഓണപ്പടവ്. അതുകൂടി ചേർത്ത് വെച്ചിട്ടാണ് എൻ വി പറയുന്നത്, പ്രാചീന അസീറിയയിലെ ബലി പരമ്പരയുടെ ഏതോ നിലയിലുള്ള ഒരു തുടർച്ച നമ്മുടെ മഹാബലി സങ്കല്പത്തിലുണ്ട്. വേറെയും മഹാബലി ഉണ്ട് കേട്ടോ. മഹാബലി ജൈന പാരമ്പര്യത്തിലുണ്ട്, മഹാബലി ഹൈന്ദവ
ബ്രാഹ്മണ പാരമ്പര്യത്തിലുണ്ട്, പല പാരമ്പര്യങ്ങളുണ്ട്. മഹാബലി ഒരു ബലിയൊന്നുമല്ല, ഒരുപാട് മഹാബലി സങ്കല്പങ്ങൾ ഇങ്ങനെ കൂടി കലരുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ ശ്രദ്ധാപൂർവം നോക്കിയാൽ കാണാൻ പറ്റും. പല പാരമ്പര്യങ്ങൾ കൂടി കലർന്നിട്ടുണ്ട്. ഇപ്പൊ ഓണം എവിടെ തുടങ്ങി? മേച്ചേരി ശാസനത്തിൽ ഓണമുണ്ട്, 9-ാം നൂറ്റാണ്ടിലോ മറ്റോ മേച്ചേരി ശാസനത്തിന് ഓണമുണ്ട്. സംഘം കൃതികളിൽ ഓണത്തെക്കുറിച്ച് ഒരു സൂചനയുണ്ട്. മധ്യകാല കേരളത്തിൽ ഓണമുണ്ട്. ആ ഓണമാണ് നമ്മളുടെ ഇപ്പോഴത്തെ ഓണമെന്നൊന്നും കരുതേണ്ട ഒരു കാര്യവുമില്ല. ഇപ്പൊ ഓണം നിലനിൽക്കുന്നതിന്റെ ഒരു അടിസ്ഥാന കാരണം എന്താ വെച്ചാൽ ബോണസ് ഉണ്ട് എന്നുള്ളതാണ്. ബോണസ് ഉണ്ട്, കച്ചവടമുണ്ട്. കേരളത്തിലെ എല്ലാ കച്ചവടം നടക്കുന്ന, എല്ലാവരുടെ കയ്യിലും കാശ് വരുന്ന, കേരളത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക വിനിമയത്തിന്റെ സന്ദർഭമാണ് ഓണം. അല്ലെങ്കിൽ തിരുവാതിര ഞാറ്റുവേല പോലെ ആരും അറിയാതെ അങ്ങ് പോയേനെ. അല്ലാതെ ഓണത്തിന്റെ മഹിമ കൊണ്ടൊന്നുമല്ല, കാശ് വന്ന സമയമായതുകൊണ്ടാണ് വാസ്തവത്തിൽ ഇതൊക്കെ നിൽക്കുന്നത്. ഇത് മേച്ചേരി ശാസനത്തിൽ വന്ന ഓണത്തിന് ഈ കാശൊന്നുമില്ല, സംഘം കൃതികളിലെ ഓണത്തിലും ഈ കാശൊന്നുമില്ല, ഈ കച്ചവടവും ഇല്ല. അതുകൊണ്ട് ഇതെല്ലാം ഒന്നാണെന്ന് തെറ്റിദ്ധരിക്കരുത്. അതാണ് ഞാൻ പറഞ്ഞത്. ഓണം എന്നതിലേക്ക് സൂക്ഷിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ഓണത്തിന്റെ 10-12 അടരുകൾ കാണാൻ പറ്റും ചരിത്രത്തിൽ. അതെല്ലാം കൂടി ചേർത്ത് ഒന്നാണെന്ന് കരുതുന്നത്, ഏകമാണെന്ന് കരുതുന്നത് തികച്ചും തെറ്റായ ഒരു കാര്യമാണ്. ഒന്നായ ഓണം വാസ്തവത്തിൽ അനേകമാണ്, എന്തും അനേകമാണ്. ഈ അനേകത്തെ അറിയുക എന്നുള്ളതാണ് വാസ്തവത്തിൽ സാംസ്കാരിക സ്വത്വത്തെ ജനാധിപത്യവൽക്കരിക്കാനുള്ള, സാംസ്കാരിക വൈവിധ്യം എന്ന ആശയത്തെ തിരിച്ചറിയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴി. ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയുടെ അടിസ്ഥാന യാഥാർത്ഥ്യം, ആ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇന്ത്യയുടെ അടിസ്ഥാന യാഥാർത്ഥ്യം എന്താണ്? പല കാലങ്ങളിൽ ഇവിടേക്ക് വന്ന ഈ ജനതതി പലപ്പോഴായി കൊണ്ടുവന്ന വിചാരക്രമങ്ങൾ, ജീവിത രീതികൾ, ആശയ സംഹിതകൾ ഒക്കെ കൂടിക്കലർന്ന് രൂപാന്തരപ്പെട്ടാണ് നമ്മുടെ ജീവിതക്രമമായത്. ഇപ്പൊ തികച്ചും ഭാരതീയമെന്ന് കരുതി നാട്ടുകാർ കൊണ്ടു കിടക്കുന്ന ഒന്നാണല്ലോ നമ്മുടെ ജ്യോതിഷം, നമ്മുടെ മുഹൂർത്തവും കാലഗണനയും ജാതകെഴുത്തും ഈ കലാപരിപാടിയൊക്കെ. വാസ്തവത്തിൽ ഇന്ത്യയിലെ ജ്യോതിശാസ്ത്ര പാരമ്പര്യത്തിൽ ഗണിതഭാഗമാണ് പ്രബലമായിരുന്നത്, ഫലഭാഗം ഉണ്ടായിരുന്നില്ല. ഗണിതഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗോളചലനങ്ങളൊക്കെ നിരീക്ഷിച്ച് സൂര്യൻ എപ്പോൾ ഉദിക്കും, എപ്പോൾ അസ്തമിക്കും, ഋതുക്കൾ എപ്പോൾ വരും, മഴ എപ്പോൾ പെയ്യും എന്നെല്ലാം, ഇങ്ങനെ ചന്ദ്രൻ എപ്പോൾ ഉദിക്കും എന്നൊക്കെ കണക്കാക്കുന്ന ആകാശഗോളങ്ങളെ മുൻനിർത്തിയുള്ള ഗണനമാണ് ജ്യോതിശാസ്ത്രത്തിലെ ഗണിതഭാഗം. ഈ ഗണിത ഭാഗമാണ് ഇന്ത്യയിൽ വളരെ ശക്തമായിരുന്നത്, പ്രത്യേകിച്ചും ദക്ഷിണേന്ത്യയിൽ ശക്തമായിരുന്നത്. ദക്ഷിണേന്ത്യൻ ജ്യോതിശാസ്ത്രത്തിന്റെ ഏറ്റവും വലിയ പ്രതിനിധികളിൽ ഒരാളായിരുന്നു ആര്യഭടൻ. അദ്ദേഹം ഈ പ്രദേശത്തുകാരനാണ്, ആലുവയല്ല കൊടുങ്ങല്ലൂരുകാരനാണ് എന്നാണ് കൊടുങ്ങല്ലൂരുകാരുടെ ഒരു വിശ്വാസം എന്നേ പറഞ്ഞുള്ളൂ. എങ്കിലും പൊതുവെ അദ്ദേഹം കേരളീയനായിരുന്നു എന്ന് കരുതുന്നുണ്ട്. ഭൂമി സൂര്യനെ ചുറ്റിക്കറങ്ങുകയാണെന്നുള്ള സൂചനയൊക്കെ AD 5-ാം നൂറ്റാണ്ടിൽ തന്നെ ആര്യഭടന്റെ ആര്യഭടീയത്തിൽ നമുക്ക് കാണാൻ പറ്റും. ഇന്ത്യൻ ജ്യോതിശാസ്ത്രം പൊതുവിൽ ഈ ഗണിതാധിഷ്ഠിതമായിരിക്കെ പ്രവചനപരമായ ഫലഭാഗം ഇന്ത്യൻ ജ്യോതിശാസ്ത്രത്തിലേക്ക് പിൽക്കാലത്ത് കൂട്ടിച്ചേർക്കപ്പെട്ടു. ഇന്ന് ഇന്ത്യൻ ജ്യോതിശാസ്ത്രം എന്ന് പറയുന്നത് ജ്യോതിശാസ്ത്രപരമായ അംശം ഏതാണ്ട് പൂർണ്ണമായിട്ടും പിൻവാങ്ങിക്കഴിഞ്ഞ പ്രവചനപരമായ ഫലഭാഗം അതിപ്രധാനമായി മാറിയ ജ്യോതിഷമാണ്. ജ്യോതിഷവും ജ്യോതിശാസ്ത്രം ഒന്നല്ല. എപ്പോഴാണ് ഇന്ത്യൻ ജ്യോതിശാസ്ത്രം ജ്യോതിഷത്തിലേക്ക് നീങ്ങിയതെന്ന് നോക്കിയാൽ നിങ്ങൾക്ക് വളരെ കൗതുകമുള്ള ഒരു കാര്യം കാണാൻ പറ്റും. ഇന്ത്യൻ ജ്യോതിശാസ്ത്രത്തിലേക്ക് ജ്യോതിഷം എന്ന് പറയുന്ന ഫലഭാഗത്തെ, പ്രവചന ഭാഗത്തെ കൂട്ടിവിളക്കുന്നത് ഗ്രീക്ക് ജ്യോതിഷികളാണ്. അലക്സാണ്ടർക്ക് പിന്നാലെ ഇന്ത്യയിലേക്ക് വന്ന ഗ്രീക്ക് ജ്യോതിഷികളാണ്. ഗ്രീക്ക് ജ്യോതിശാസ്ത്രത്തിൽ വളരെ പ്രബലമായിരുന്നു ഈ പ്രവചന ഭാഗം, ഫലഭാഗം. ആ പാരമ്പര്യം ഇന്ത്യൻ ജ്യോതിശാസ്ത്രത്തിലേക്ക് കൂട്ടിവിളക്കിയാണ് നമ്മുടെ ജ്യോതിശാസ്ത്രം ഈ പറയുന്ന മുഹൂർത്ത ഗണനമായിട്ടും ജാതകം നോക്കലായിട്ടും ഒക്കെ രൂപാന്തരപ്പെട്ടത്. അതിന്റെ ഒന്നാന്തരം തെളിവുകളിലൊന്നും എന്താന്ന് വെച്ചാൽ, ഇന്ത്യയിലെ ജ്യോതിഷ വിജ്ഞാനത്തിന്റെ ബേസിക് ടെക്സ്റ്റ് കാളിദാസന്റെ സദസ്സിലെ നവരത്നങ്ങളിൽ ഒരാളായിരുന്ന വരാഹമിഹിരന്റെ ഹോരാശാസ്ത്രമാണ്. ഹോര, ഈ ഹോര എന്നുള്ള വാക്ക് ഇംഗ്ലീഷിലെ മണിക്കൂർ എന്ന് പറയുന്ന അവർ ഉണ്ടല്ലോ, അവർ, അതിന്റെ തദ്ഭവമാണ് കാലം. ഈ ഹോര എന്ന് പറയുന്നത് അവറിൽ നിന്നുണ്ടായതാണ്. അവറിന്റെ തദ്ഭവമാണ് ഹോരയായിട്ട്. കാലഗണനയുടെ ശാസ്ത്രം എന്നാണ് ഹോരാശാസ്ത്രത്തിന്റെ അർത്ഥം. പക്ഷേ ഗ്രീക്ക് പാരമ്പര്യത്തിൽ അത് കാലഗണനാപരം എന്നതിനേക്കാൾ ഫലപ്രവചനപരമായി തീരുകയും അത് ജ്യോതിഷത്തിലേക്ക് വഴിമാറുകയും ചെയ്തു. അതുകൊണ്ടാണ് ഇന്ത്യയിലെ പൗരാണികമായ ആദിമകാവ്യങ്ങളിലോ ഇതിഹാസങ്ങളിലോ ഒന്നും നോക്കിയാൽ നിങ്ങൾക്ക് മുഹൂർത്തം ഒന്നും കാണാൻ പറ്റില്ല. ശ്രീരാമന്റെയും സീതയുടെയും വിവാഹത്തിന് ജാതകം നോക്കിയിട്ടില്ല, മുഹൂർത്തം കഴിച്ചിട്ടില്ല.
മഹാഭാരതത്തിൽ എവിടെയും നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റില്ല. ക്രിസ്തുവർഷം 3-4 നൂറ്റാണ്ടിന് ശേഷമാണ് വാസ്തവത്തിൽ ഈ ജാതകവും മുഹൂർത്ത നിശ്ചയങ്ങളും ഒക്കെ ഇന്ത്യൻ പാരമ്പര്യത്തിൽ വേര് പിടിക്കുന്നത്. നിർഭാഗ്യവശാൽ നമ്മുടെ ഹിന്ദുത്വക്കാർക്ക് വളരെ അസ്വാസ്ഥ്യം ഉണ്ടാക്കുന്ന നിലയിൽ പറയാവുന്ന ഒരു കാര്യം, അത് വൈദേശികമായ ഒരാശയാണ്, അതൊട്ടും തദ്ദേശീയം അല്ല. പക്ഷെ ഇന്ന് ഇന്ത്യൻ പാരമ്പര്യത്തിന്റെ ഇന്നിപ്പോ റോക്കറ്റ് വിടണമെങ്കിൽ വരെ ഇത് വേണം. അങ്ങനെ നമ്മൾ അതിനെ മാറ്റി എടുത്തിരിക്കുന്നു. ഞാൻ പറഞ്ഞത് എങ്ങനെ നോക്കിയാലും ഇപ്പൊ നമ്മൾ ഇന്ന് ധരിക്കുന്ന വസ്ത്രരൂപങ്ങൾ, ഈ ഞാനൊക്കെ ധരിക്കുന്ന ഈ കുർത്ത, കാൽമടമ്പോടി നടക്കുന്ന സൽവാർ കമ്മീസിന്റെ പഴയ കമ്മീസും ഈ കുർത്ത രൂപവും ഇൻഡോ പാർത്തിയന്മാരെന്ന് പറയുന്ന അശോകന് ശേഷം ഇന്ത്യയിലേക്ക് കുടിയേറിയ, അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് കുടിയേറിയ ഗ്രീക്ക് പാരമ്പര്യമായിട്ട് ബന്ധമുള്ള ഒന്നാണ് ഈ ഇൻഡോ പാർത്തിയന്മാര്. അവർ കൊണ്ടുവന്നൊരു വസ്ത്രരൂപമാണ് ഈ കുർത്തയായിട്ട് നമ്മൾ ഇന്ന് ധരിക്കുന്നത്. നമ്മുടെ ശബരിമല ധർമ്മശാസ്താവിന്റെ ഇരിപ്പിലേക്ക് നോക്കിയാൽ, ധർമ്മശാസ്താവിന്റെ ഇരിപ്പില് നമ്മുടെ ഗ്രീക്കുകാരുടെ വരവിന് ശേഷം രൂപപ്പെട്ട ഗ്രീക്ക് ശില്പകലാ പാരമ്പര്യവും ഇന്ത്യൻ ശില്പ പാരമ്പര്യവും മൗര്യൻ ശില്പകലയും തമ്മിൽ കലർന്നുണ്ടായ ഗാന്ധാര ശില്പകല എന്ന് വിളിക്കുന്ന കലാപാരമ്പര്യത്തിനുള്ളിലാണ് നമ്മുടെ അയ്യപ്പൻ ഇരിക്കുന്നത് പോലെയുള്ള സവിശേഷമായൊരു പോസ്റ്റർ. ആ പോസ്റ്ററിൽ ഇരിക്കുന്ന ബുദ്ധന്മാരെ നമുക്ക് കാണാൻ പറ്റാം. ഇന്നും ജാവയിലും സുമാട്രയിലും ഒക്കെ അയ്യപ്പനെ പോലെ ഇരിക്കുന്ന ബുദ്ധന്മാരെ കാണാൻ പറ്റും. അത് ഈ ബൗദ്ധ പാരമ്പര്യമാണ്. ഈ ഗാന്ധാര കലയിൽ നിന്ന് വികസിച്ച് വന്ന ഒന്നാണ്. അതിൻ്റെ ഏതോ ഒരു തുടർച്ച നമ്മുടെ അയ്യപ്പനിലും ഉണ്ട്. അയ്യപ്പന്റെ പേര് തന്നെ ശാസ്താവ് എന്നാണ്. ശാസ്താവ് എന്നത് അമരകോശം നോക്കിയാൽ ബുദ്ധന്റെ പര്യായമാണ്. അയ്യപ്പനെ നമ്മൾ വിളിക്കുന്നത് ശരണമാണ്. ശരണം ഇന്ത്യയിലെ ബൗദ്ധ പാരമ്പര്യത്തിലെ അടിസ്ഥാന സങ്കല്പങ്ങളിലൊന്നാണ്. ശരണത്രയം, ബുദ്ധം ശരണം, ധർമ്മം ശരണം, സംഘം ശരണം. അതുകൊണ്ട് നിങ്ങൾ ഒന്നിലേക്ക് സൂക്ഷിച്ചു നോക്കിയാൽ ഒന്നിൽ അനേകത്തെ കാണാൻ പറ്റും. നോക്കാതിരുന്നാൽ ഒന്ന് മാത്രമാണെന്ന് തെറ്റിദ്ധരിക്കാൻ പറ്റും. അതുകൊണ്ട് ഈ നോക്കാതിരിക്കുന്നതിൻ്റെ പേരാണ് ദേശസ്നേഹം, നോക്കുന്നതിൻ്റെ പേരാണ് ഈ സാർവലൗകികത എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മളിൽ ഏതൊക്കെ വംശങ്ങളുണ്ട്? സംശയരഹിതമായും ആദ്യമായി ഇന്ത്യയിലേക്ക് 60,000 കൊല്ലം മുമ്പ് കുടിയേറിയ ആദിമ വംശജരുണ്ട്. 14,000-നും 10,000 കൊല്ലത്തിനും ഇടയിൽ കുടിയേറിയ കാർഷിക ജനതയുടെ പാരമ്പര്യമുണ്ട്. 5,000 കൊല്ലം മുമ്പ് ഇന്ത്യയിലേക്ക് വന്ന ആര്യ ജനതയുടെ പാരമ്പര്യങ്ങളുണ്ട്. ഈ പാരമ്പര്യങ്ങളൊന്നും നിശ്ചലമായിട്ട് നിൽക്കുകയല്ല. ഈ പാരമ്പര്യങ്ങളൊക്കെ തമ്മിൽ കലരുന്നുണ്ട്. ആ പാരമ്പര്യങ്ങളൊക്കെ ഭാഷയിൽ കലരുന്നു, വിശ്വാസത്തിൽ കലരുന്നു, ജീവിതാവിഷ്കാരങ്ങളിൽ കലരുന്നു, ഭക്ഷണശീലത്തിൽ കലരുന്നു, ദൈവസങ്കല്പത്തിൽ കലരുന്നു, എല്ലായിടത്തും കലരുന്നു. കലർപ്പില്ലാത്ത ഒന്നുമില്ല. ഏതിലും കലർപ്പ് കാണാനായിട്ട് പറ്റും. ഇപ്പൊ കാലിൽ അമ്പ് കൊണ്ട് മരിക്കുന്ന ശ്രീകൃഷ്ണനെ പോലെ കാൽമടപ്പിൽ അമ്പ് കൊണ്ട് മരിക്കുന്ന ഒരു അഖിലസിനെ നമുക്ക് യവന പുരാണത്തിൽ കാണാം. നദിയെ വഴിമാറ്റി ഒഴുക്കുന്ന ബലരാമനെ പോലെ നദിയെ വഴിതിരിച്ചു കിട്ടുന്ന ഒരു ഹെർക്കുലീസിനെ കാണാനായിട്ട് കഴിയും. മകനെ ഉളിയെറിഞ്ഞു കൊല്ലുന്ന ഒരു ആശാരി പ്രാചീന ഗ്രീസിലുണ്ട്. നമ്മുടെ നാരായണത്ത് പ്രാന്തനെ പോലെ ഉച്ചവരെ കല്ലെറിക്ക് മുകളിൽ കയറ്റി ഉച്ചക്കത് താഴേക്ക് ഉരുട്ടി വിട്ടിച്ചിരിക്കുന്ന ഒരാള് ഗ്രീക്ക് പുരാണത്തിലുണ്ട്. അയാളുടെ പേര് സിസിഫിസ് എന്നാണ്. അതുകൊണ്ട് ഇതൊക്കെ പറഞ്ഞിട്ട് കേസരി ബാലകൃഷ്ണനുള്ള രസമുള്ള ഒരു വാക്യം കൂടി പറയും. അദ്ദേഹം പറയും, ഐതിഹ്യങ്ങളുടെ തോണിയിൽ കയറി സഞ്ചരിച്ചാൽ അത് നിങ്ങളുടെ കടവിൽ എത്തുന്നതിന് മുമ്പ് ഒരുപാട് കടവുകളിൽ അടുത്തിരുന്നു എന്ന് കാണാൻ പറ്റും. അല്ലാതെ നിങ്ങളുടെ കടവിലേക്ക് മാത്രമായിട്ട് പുറപ്പെട്ട ഒരു തോണിയില്ല, നിങ്ങളുടെ കടവിൽ നിന്ന് മാത്രമായി പുറപ്പെട്ട വേറൊരു തോണിയുമില്ല. ഇത് പലയിടങ്ങളിലെടുത്തു, പലയിടങ്ങളിൽ ആളുകൾ ഇറങ്ങി, അവിടെ നിന്ന് പലരും കയറി, ഇതെല്ലാം കൂടി ചേർന്നിട്ട് നമ്മളിപ്പോൾ ജീവിക്കുന്നു. നോക്കൂ ഇത് പറഞ്ഞാൽ തീരൂല, അത്ര വിപുലമാണ്. വാസ്തവത്തിൽ ഏത് യാഥാർത്ഥ്യത്തിലേക്ക് സൂക്ഷിച്ചു നോക്കിയാലും നിങ്ങൾക്ക് ഈ കലർപ്പ് കാണാൻ പറ്റും. ഞാൻ കലർപ്പെന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നില്ല, അത് നെഗറ്റീവാണ്. ഞാൻ പറയുന്ന വാക്ക് പങ്കുവയ്ക്കും, ഷെയറിങ്. ആ ഷെയറിങ് ഇല്ലാത്തൊന്നുമില്ല എല്ലാറ്റിലും. ഇപ്പൊ ഞാൻ മലയാളം സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ മലയാളം സംസാരിച്ച് അരമണിക്കൂർ സംസാരിക്കുമ്പോൾ 5 ഭാഷയിലെ വാക്കുകൾ നിശ്ചയമായും ഞാൻ പറഞ്ഞിരിക്കും. ഞാൻ മലയാളം പറയും, സംസ്കൃതം പറയും, ഇംഗ്ലീഷ് പറയും, അറബി പറയും, പോർച്ചുഗീസ് പറയും. ഈ 5 ഭാഷയിലെ വാക്കുകൾ പറയാതെ നിങ്ങൾക്ക് തെളിച്ചമുള്ളൊരു മലയാളം പറയാൻ പറ്റില്ല. മേശയും കടലാസും ജനലും വരാന്തയും ഹർത്താലും റാന്തലും കാറും ബസ്സും പിതാവും മാതാവും ഒക്കെ ആയിട്ട് ഇതര ഭാഷകൾ നമ്മുടെ ഭാഷയിൽ കലർന്നു കിടക്കാണ്. ഇതാണ് മലയാളം. അതുകൊണ്ട് മലയാളം എന്നത് ഏകമല്ല, മലയാളം അനേകമാണ്. മലയാളം വിവിധമാണ്, ഒരു വിധമല്ല, വിവിധമാണ്.
ഈ വിവിധം എന്നത് നമ്മൾ കൃത്രിമമായി പുറത്തു നിന്ന് കെട്ടിയിറക്കുകയും സംരക്ഷിച്ചു നിർത്തുകയും ചെയ്യേണ്ട ഒന്നല്ല. നാമായിരിക്കുന്നതിൻ്റെ പേരാണ് വൈവിധ്യം. അല്ലാതെ ഞാനും നിങ്ങളും വേറെ വേറെയാണെന്ന് സങ്കല്പിച്ച് വേറെയാണെങ്കിലും നമുക്ക് ഒരുമിച്ചിരിക്കാവുന്ന ഒരു ഔദാര്യ ബുദ്ധിയോടെ സഹിഷ്ണുതാപൂർവ്വം തീരുമാനിക്കുന്നതിൻ്റെ പേരൊന്നുമല്ല വൈവിധ്യം എന്നുള്ളത്. ഞാനായിരിക്കുന്നത് വൈവിധ്യമാണ്, നിങ്ങളായിരിക്കുന്നതും വൈവിധ്യമാണ്. അല്ലാതെ നമ്മൾ മാത്രം അല്ല, അത് ഏത് പ്രകാരത്തിലും അല്ല. ഇപ്പൊ പ്രാചീന ഇന്ത്യയിൽ നിലനിന്നിരുന്ന സൂര്യാരാധന, ഇന്ത്യയിൽ മാത്രമല്ല പ്രാചീന പേർഷ്യയിലും നിലനിന്നിരുന്ന ആരാധന, ഇന്ത്യയിലേക്ക് കുടിയേറിയ ആര്യൻ ജനത അവരുടെ പ്രധാനപ്പെട്ട ദേവതകളിലൊന്ന് സൂര്യനാണ്. സൂര്യോത്സവം എന്നത് പ്രാചീന പേർഷ്യക്കാരുടെ പ്രധാനപ്പെട്ട ഉത്സവമായിരുന്നു. ഉത്തരായനത്തിൽ നിന്ന് ദക്ഷിണായനത്തിലേക്കുള്ള സൂര്യന്റെ സംക്രമണ ദിവസമാണ് സൂര്യോത്സവത്തിന്റെ ദിവസം. ആ ദിവസം സൂര്യോത്സവം എന്ന പേരിൽ പ്രാചീന പേർഷ്യയിൽ വളരെ വിപുലമായി ആഘോഷിക്കപ്പെട്ടിരുന്നു. റോമാ സാമ്രാജ്യം ശക്തിപ്പെട്ട സമയത്ത് റോമാ സാമ്രാജ്യം പ്രാചീന പേർഷ്യയെ കീഴടക്കുകയും പേർഷ്യയിലെ സൂര്യാരാധന റോമിലേക്കും പടരുകയും കോൺസ്റ്റന്റൈൻ ചക്രവർത്തി 4-ാം നൂറ്റാണ്ടിൽ റോമാ സാമ്രാജ്യത്തിന്റെ ഔദ്യോഗിക മതമായി ക്രിസ്തു മതം സ്വീകരിച്ചതിന് ശേഷം അന്ന് ഏറ്റവും പ്രബലമായിരുന്ന സൂര്യോത്സവത്തിന്റെ ദിവസത്തെ ക്രിസ്തുവിന്റെ ജനന ദിവസമായി ആഘോഷിക്കാൻ തുടങ്ങുകയും ചെയ്തു. ഡിസംബർ 25 അങ്ങനെയാണ് കേട്ടോ, ക്രിസ്തു ജനിച്ച ദിവസമൊന്നുമല്ല. അതൊക്കെ പിന്നെ ഒരു സന്തോഷത്തിന് പറഞ്ഞുണ്ടാക്കിയതാണ്. വാസ്തവത്തിൽ ക്രിസ്തു ജനിച്ചു എന്ന് പറയുന്ന ആകാശ നക്ഷത്രങ്ങളൊക്കെ തെളിഞ്ഞ് കാണുന്ന ഒരു രാത്രി അല്ലെങ്കിൽ ഒരു സന്ധ്യ എന്ന് പറയുന്നത് ഡിസംബറിലൊന്നുമില്ല. ഡിസംബർ മഞ്ഞ് മൂടി ഒന്നും കാണാൻ പറ്റാത്ത ഒരു കാലമാണ് ആ പ്രദേശത്ത്. അത് ജനുവരിയോ ഫെബ്രുവരിയോ ആണെന്ന് പൊതുവെ ഇതേക്കുറിച്ച് പഠിച്ചവർ പറയുന്നുണ്ട്. ഈ സൂര്യോത്സവം ഈ ക്രിസ്തുമസ് അവിടെ നിന്ന് പിന്നെ ഫ്രാൻസിൽ പോയി, മറ്റേ ഫ്രാൻസിസ് അസീസിയുടെ പുൽക്കൂട് അതിനകത്ത് വന്നു, അല്ലെങ്കിൽ വിളക്കുകൾ, നക്ഷത്ര വിളക്കുകൾ വന്നു, അതിൽ പിന്നെ പുൽക്കൂട് വന്നു, ക്രിസ്തുമസ് മരം വന്നു. ഇതെല്ലാം കൂടി ചേർന്ന് കറങ്ങി തിരിഞ്ഞ് അത് നമ്മുടെ വീട്ടുമുറ്റത്തും വന്നു. അതുകൊണ്ട് നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് പുറപ്പെട്ടു എന്ന് തെറ്റിദ്ധരിക്കരുത് കേട്ടോ. അതല്ല എൻ്റെ ഉദ്ദേശം. അങ്ങനെ മനസ്സിലാക്കുന്ന ചില ഗ്രാമന്മാരുണ്ടാവും. അതുകൊണ്ടാണ് ഞാനത് എടുത്തു പറഞ്ഞത്. ഇവിടെ നിന്ന് ഒരു നിലയ്ക്ക് പുറപ്പെട്ട് വേറൊരു സ്ഥലത്ത് വേറൊന്നായി കറങ്ങി തിരിഞ്ഞ് അങ്ങനെയൊക്കെ ആയിട്ട് അവസാനം ഇവിടെ വേറൊരു രൂപത്തിൽ വരും. ഇത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഈ കറക്കമൊന്നും കാണാതിരുന്നാൽ നിങ്ങളുടെ പുൽക്കൂട് നിങ്ങളുടെ മാത്രമാണെന്ന് തോന്നും. കറക്കം കൂടി കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന് വലിയ ഒരു പങ്കുവയ്പ്പിന്റെ ചരിത്രമുണ്ട് എന്ന് കാണാൻ പറ്റും. അതുകൊണ്ട് ഒന്നിലുള്ള ഈ അനേകത്തെ ഒരു വിധത്തിനകത്തുള്ള പല വിധങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് യാഥാർത്ഥ്യം എന്ന് പറയുന്നത് സത്താപരമായ ഏകതയല്ല, വൈവിധ്യങ്ങളും ചേർന്ന് നിൽക്കുന്ന ഒരു പ്രക്രിയയാണ് എന്ന് മനസ്സിലാക്കലാണ് ഒരു നിലയ്ക്ക് സാംസ്കാരിക വൈവിധ്യ സംരക്ഷണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപാധി. അതിനുവേണ്ടിയുള്ള ചെറുതും വലുതുമായ ആലോചനകൾ നമ്മുടെ ചുറ്റുവട്ടത്ത് നടക്കേണ്ടതുണ്ട്. ഇത് ഏതോ ഒരു ആശയം എന്ന നിലയ്ക്ക് അമൂർത്തമായി കാണേണ്ടതല്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഇതുണ്ട്, നമ്മൾ ധരിക്കുന്ന വസ്ത്രത്തിലുണ്ട്, നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിലുണ്ട്, നമ്മുടെ വിശ്വാസ വ്യവസ്ഥയിലും ആചാരങ്ങളിലും ഒക്കെ ഈ വൈവിധ്യമുണ്ട്. ആ വൈവിധ്യത്തെ അഥവാ നാമായിരിക്കുന്നതിൻ്റെ സൂക്ഷ്മ സ്വരൂപത്തെ നാമായി തന്നെ തിരിച്ചറിഞ്ഞാൽ വൈവിധ്യം എന്നത്, സാംസ്കാരിക ബഹുത്വം എന്നത് പുറമേ നിന്ന് നാം കൊണ്ടുവരേണ്ട ഒരു കാര്യമല്ല, നമ്മുടെ അടിസ്ഥാന യാഥാർത്ഥ്യമാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇങ്ങനെ ഒരു കാര്യം മനുഷ്യർക്കിടയിൽ പറഞ്ഞുറപ്പിക്കുന്നതിൽ വാസ്തവത്തിൽ ഇന്ത്യയിലെ ജനാധിപത്യവാദികളും മതനിരപേക്ഷവാദികളും ഏതാണ്ട് പരിപൂർണമായി പരാജയപ്പെട്ടു എന്നതാണ് ഇന്ത്യൻ വർഗീയതയുടെ ഏറ്റവും വലിയ ശക്തി. ഇത് പറഞ്ഞുറപ്പിക്കാൻ നമ്മൾ അല്പം പോലും ശ്രമിച്ചിട്ടില്ല, ശ്രമിച്ചതൊന്നും തന്നെ ഫലിച്ചിട്ടുമില്ല. അതുകൊണ്ട് സത്താപരമായ ഒരു യാഥാർത്ഥ്യം, മതസ്വത്വം, ജാതിസ്വത്വം അല്ലെങ്കിൽ പ്രദേശസ്വത്വം എന്നൊക്കെ പറയുന്ന കെട്ടിച്ചമയ്ക്കപ്പെട്ട ആശയങ്ങളെ ഒരു സമൂഹത്തിൻ്റെ അടിസ്ഥാന യാഥാർത്ഥ്യമായി മാറ്റാനായിട്ട് ഫാസിസ്റ്റുകൾക്കും പലതരത്തിലുള്ള വർഗീയ ശക്തികൾക്കും കഴിഞ്ഞ 1-2 നൂറ്റാണ്ടുകൾ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. അതിനെ ചെറുക്കാൻ വാസ്തവത്തിൽ നാം ആശ്രയിക്കേണ്ടത് നമ്മിൽ തന്നെയുള്ള വൈവിധ്യങ്ങളുടെ ബഹുത്വത്തിൻ്റെ പങ്കുവയ്പ്പുകളുടെ ഈ വിപുല ചരിത്രത്തെയാണ്. അത് ഏറ്റെടുത്ത് പ്രചരിപ്പിക്കാനായിട്ട് നമുക്ക് കഴിയേണ്ടതുണ്ട്. അങ്ങനെ കഴിയുമ്പോൾ മാത്രമാണ് വാസ്തവത്തിൽ സാംസ്കാരിക വൈവിധ്യത്തിന് വേണ്ടിയുള്ള ശ്രമം
നമ്മുടെ നാടിൻ്റെ അടിസ്ഥാനപരമായ മതനിരപേക്ഷതയ്ക്ക് വേണ്ടിയുള്ള വൻ പരിശ്രമമായിട്ട് മാറുകയുള്ളൂ. അതിനു വേണ്ടിയുള്ള ഒരു ആലോചന കൂടിയായിട്ട് ഇന്നത്തെ ഒത്തുചേരലിനെ നിങ്ങൾ ഉപയോഗപ്പെടുത്തണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ എത്രയെങ്കിലും വ്യാപ്തിയുള്ളൊരു വിഷയമാണ്. മണിക്കൂറുകൾ പറഞ്ഞാലും അത് പിന്നെയും ബാക്കിയുണ്ടാവും. അതിലെ ഒരു ഘടകത്തെ ഞാൻ വേറിട്ടൊന്ന് സൂചിപ്പിക്കാൻ ശ്രമിച്ചു. നമ്മൾ പലപ്പോഴും ഈ വൈവിധ്യം എന്നതിനെ പലതുകൾക്കിടയിലെ ചേർച്ച എന്നല്ലാതെ ഒന്നിനുള്ളിലെ പലത് എന്ന് മനസ്സിലാക്കിയിട്ടില്ല. അങ്ങനെയും കൂടി മനസ്സിലാക്കണം എന്ന് പറയാനാണ് ഞാൻ ശ്രമിച്ചത്. നമസ്കാരം.